ഹലോ, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളൊരു ചെറിയൊരു ഔട്ടിംഗ് എന്നൊക്കെ പറയാം. മട്ടന്നൂരിലെ മാളിലാണ് പോയത്. അവിടെ കുറേ ആയി പോവാതെ, നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മളങ്ങനെ പോകാറില്ല. നമ്മളെന്നാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവസ്ഥ. നാട്ടിൽ തന്നെ ആയാലും അങ്ങനെ പോവില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറേ ഉള്ളൂ. ഇങ്ങനെ കുറേ ആയി ഞാൻ വരാത്ത. അങ്ങനെ ഇതാ നമ്മൾ മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്താ പറയുക, ബ്രദർ പറഞ്ഞ് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ഇതാ നമ്മളിതാ ഇവിടെ അകത്തേക്ക് കയറിയപ്പോൾ ഇസാന് ഇങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിന്. അങ്ങനെ അത് കുറച്ചൊന്നും കളിച്ച് എന്നിട്ട് എന്താ പറയുക, ഐസിനും അങ്ങനെ തന്നെ. അങ്ങനെ ഇതാണ് നമ്മളെ മട്ടന്നൂരിലെ ലിങ്ക്സ് മാൾ. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 5-6 വർഷങ്ങളായിരിക്കും. അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. മാളെല്ലാം പോകണമെങ്കിൽ നമ്മൾ കണ്ണൂർ തലശ്ശേരിയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ വരാറുമില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പോൾ അവനെല്ലാം ഗെയിമെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വെറുതെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഐസിന് പിന്നെ അതൊന്നും അറിയില്ല. പിന്നെ വെറുതെ റായി എന്ത് ചെയ്ത് കളിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിന്. പിന്നെ ബ്രദറിൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിട്ടില്ല. അവരെ അംഗൻവാടിയിലാക്കിയിട്ട് ഇവർ രണ്ടാളും വന്നിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം പിന്നെ വെറുതെ പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ പാനിപ്പൂരിൻ്റെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പിസ്സ എന്നിട്ട് നമ്മൾ തന്തൂരി ചിക്കൻ പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതും പിന്നെ ഐസ്ക്രീമും പിന്നെ പാനിപ്പൂരിയെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയ്ക്ക് ബ്രദർ ചായയും കൊണ്ടുവന്നിട്ടുണ്ടായിന്. എല്ലാം കൂടിയിട്ട് എല്ലാം ഒരു വയറ്റിലേക്ക് ഞങ്ങൾ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് കഴിച്ചിട്ടുണ്ടായി. പിന്നെ ചായൻ്റെ കടിയായിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ, ഓരോന്നോരോന്നായിട്ട് കഴിച്ചിട്ടുണ്ടായി. ആസ്വദിച്ചിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ടായി. പിന്നെ പാനിപ്പൂരി ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ പാനിപ്പൂരി. പിന്നെ പിസ്സേൻ്റെ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റീംഡ് മോമോസാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഫ്രൈഡ് മോമോസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ പിസ്സേൻ്റെ കാര്യം പറയണ്ടല്ലോ, തന്തൂരി ചിക്കൻ പിസ്സ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അത് നോക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ അവിടെ ഉള്ള ഷോപ്പിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം എടുക്കുന്നൊന്നുമില്ല. പിന്നെ വെറുതെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലത്തായിട്ട് അങ്ങനെ കയറി ഇറങ്ങലാണ്. ഇസാനാണെങ്കിൽ അവിടെ നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായി. പിന്നെ റായി പറഞ്ഞ പെൺപിള്ളേരുടെ നല്ല ഷൂസൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അങ്ങനെ നല്ല നല്ല ഉടുപ്പുകളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല നല്ല കളക്ഷൻസ് ഇപ്പം വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ എല്ലാ ഐറ്റംസും അടിപൊളിയാണല്ലോ. ഇവിടുന്ന് ആയാലും അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമുക്കുള്ള ഡെയിലി വെയർ ഉണ്ട്. പിന്നെ എന്താ പറയുക, പാർട്ടി വെയർസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്നൊന്നും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഇപ്പം എല്ലാം അടുത്ത കല്യാണമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിന്. ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നല്ല ക്വാളിറ്റി തുണിയായിരിക്കും, അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് എടുക്കുന്ന അടിപൊളിയാന്ന് പറഞ്ഞത്. പിന്നെ എന്താ പറയാൻ വിചാരിച്ചത്, ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ബ്രദറിന് ഇങ്ങനെ എവിടെയെങ്കിലുമായിട്ട് പോകണം. അപ്പോൾ പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മട്ടന്നൂർ അടുത്തുള്ള സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. എനിക്കിങ്ങനെ ഷോപ്പിങ്ങെല്ലാം കാണാനും ഭയങ്കരമായിട്ട് ഇഷ്ടം, ഷോപ്പ് ചെയ്യാനും ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് ഒരേ ഷോപ്പ് ചെയ്യാൻ അങ്ങനെയല്ല, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാണാനും ഷോപ്പ് ചെയ്യാനെല്ലാം ഇഷ്ടമാണ്. പിന്നെ റേറ്റും കാര്യങ്ങളെല്ലാം വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കലാന്ന്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ റേറ്റൊക്കെ ചെറുതായിട്ട് അങ്ങനെ കുറവായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈസി ബേ ഉണ്ട്. ഈസി ബേയിലാണെങ്കിൽ അടിപൊളി ചെറിയ ഐസൊക്കെ എല്ലാം ഉണ്ടാവും ഇവിടെ തന്നെ മാളിൽ. ഹിജാബ് ഷോളൊക്കെ ഉണ്ട്, മൊജോ എല്ലാ ഷോളും ഉണ്ട് ഇവിടെ. അതിനെല്ലാം നല്ല റേറ്റായിട്ട് കമ്മിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് നോക്കലാണ്. പിന്നെ ഇസാനൊക്കെ പറ്റിയ പോലത്തെ ജീൻസ്, പിന്നെ എന്താ പറയുക ബനിയൻ, ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കുന്ന പറ്റിയ ടോപ്സ്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നമുക്ക് പെട്ടെന്ന് ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് വെച്ചാൽ എപ്പോഴും മാളിലേക്ക് വരിക, വാങ്ങിക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ട് കിഡ്സിനുള്ള ടോയ്സ്, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ വെഹിക്കിള്, എല്ലാ ഐറ്റംസും ഇവിടെ. ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം. അപ്പോൾ ആദ്യം ഡ്രസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ അന്ന് വന്നപ്പോൾ. ഇപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ജെൻസിൻ്റെ ടീഷർട്ട് ഇതെല്ലാം പുതുതായിട്ട് കുറേ വന്നിട്ട് കാണുന്നുണ്ട്.
പിന്നെ ഷോക്സ്, ടോയ്സ്, പിന്നെ എന്താ പറയുക ഫാൻസി ഐറ്റംസ്, ഹെയർ ബാൻഡ്സ്, ഗേൾസിനുള്ള അടിപൊളി എല്ലാം ഉണ്ട്. എന്താ പറയുക, പെൺപിള്ളേർക്കുള്ള തന്നെ എല്ലാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇസാനും റായും കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഷൂസ് അങ്ങനെയാണ്, സൈസ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട്. ഇതാ നോക്കിയേ, നല്ല ബേബി ടോയ് നോക്കിയേ, എന്ത് രസമല്ലേ കാണാനല്ലേ, വേറെ തന്നെ ഒരു ക്യൂട്ടില്ലേ കാണാൻ. ഇതാ വീഡിയോ കാണുന്ന ഇതൊന്നും ഇല്ല, ലെങ്ത്തൊന്നുമില്ല, ചെറുതായിട്ട് ഞാൻ പറയും ഇത്രയും ചെറിയ പിള്ളേരുണ്ടോ എന്നുള്ള അവസ്ഥയിലാണ്. അത്രയും ചെറിയ പാൻറ്റൊക്കെ കണ്ടിട്ടുണ്ട് അതിന്. പിന്നെ എന്താ പറയുക, അതിനെല്ലാം എത്ര 99 റുപ്യ അങ്ങനെ ഉള്ളൂ. പിന്നെ ഇതാ നമ്മളിതിന് ഇവിടുത്തെ കയ്യിന് അങ്ങനെ പോകാം. ഇതാണ് നമ്മളെ മാള്, ലിങ്ക്സ് മാൾ മട്ടന്നൂർ. ഇത് ഇപ്പോൾ ആൾക്കാരൊന്നും കാണുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു നൈറ്റെല്ലാം ആകുമ്പോൾ നല്ലോണം ആൾക്കാരൊക്കെ വരും. ഇതാ പിന്നെ ഇനി ഇത് ECBയിൽ കയറിയപ്പോൾ ഇതാ നല്ല നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട്, നല്ല വിലക്കുറവുണ്ട്, വേണമെങ്കിൽ വാങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഇസാൻ അത് നല്ലതല്ലേ വാങ്ങിക്കൂടെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഉണ്ട്. പിന്നെ വെറുതെ വാങ്ങിച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ച് ഇനി വേണമെങ്കിൽ വന്നിട്ട് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ഇതാ നല്ല സ്പ്രേയും എല്ലാം ഉണ്ട്. പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിന്, അങ്ങനെ പിന്നെ വന്നിട്ടൊന്ന് വീഡിയോസും എടുക്കാം, പിന്നെ നിങ്ങൾക്കും കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. എനിക്ക് പിന്നെ ഇവിടുത്തെ പാർട്ടി വെയർസ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മാളിലുള്ള പാർട്ടി വെയർസ് നമുക്ക് ഇഷ്ടമല്ല. ഡെയിലി വെയർ എല്ലാം ഓക്കെയാണ്. പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല നല്ല ഇതൊന്നും ഇവിടെ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഇതാ നല്ല നല്ല ബാഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. നല്ല ലെതർ ബാഗും എല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇതാ ഇവിടുത്തതും എന്താ പറയുക, നോക്കി കഴിയാനായി. അതിൻ്റെ ഇടയിൽ റായിൻ്റെ അനിയത്തിൻ്റെ കല്യാണം ഉണ്ട് ജനുവരിയിൽ. അപ്പോൾ അപ്പോഴത്തേക്കും ഇതൊക്കെ നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ടോ എന്നെല്ലാം നോക്കാമെന്നും പറഞ്ഞ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ നല്ല നല്ല കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളെല്ലാം ഉണ്ട്, കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. ഈ പെൺപിള്ളേരുടേത് എന്ത് രസമാണല്ലേ, എല്ലാ ഐറ്റംസും കാണാൻ. ഡെയിലി വെയർ ആയാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ നല്ല ക്ലോത്തുമാണ്, അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് തന്നെ എടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായത്. ബ്രദറാറിന് ഇവിടെ തന്നെ എടുക്കാം, വന്നിട്ട് പോയിട്ട് എന്താ പറയുക, ഇനി കല്യാണമെല്ലാം ആയിട്ടാകുമ്പോൾ ആ സമയത്ത് വരുമ്പോഴത്തേക്ക് നിറയെ ഇതിനേക്കാൾ അടിപൊളി ഐറ്റംസ് വരും. നിങ്ങൾ ഇതുപോലെ വെറുതെ ഇങ്ങനെ അടുത്തുള്ള നല്ല ഷോപ്പിംഗ് മാള് അങ്ങനെയെല്ലാം വെറുതെ വന്നിട്ട് കയറുക, പോവുക, അത്ര തന്നെ. വാങ്ങുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കാമല്ലോ. പിന്നെ എന്താ പറയുക, ഉപ്പമാർ പേരൻസിനെല്ലാം കൂട്ടിയിട്ട് മക്കളെല്ലാം കൂട്ടിയിട്ട് വരിക, ഒന്ന് ആസ്വദിക്കുക, പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതാ നല്ല ഫാൻസീൻ്റെ ഇതും കണ്ടിട്ടുണ്ടായി. അപ്പോൾ എന്താ പറയുക, വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല മാലയൊക്കെ ഉണ്ട്, നല്ല ഗോൾഡ് പോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ. ഇതാ നിങ്ങൾ നോക്കിയേ, ഒറിജിനലല്ലേ കാണാൻ, ഒറിജിനലിനെ വെല്ലുന്ന മാല എന്നെല്ലാം പറയൂലേ, ആൻറ്റി കളക്ഷൻസ് പോലത്തെ അതേ ടൈപ്പുള്ള മാല. എന്താ രസം അത് കാണാമെന്ന് പറയാം. ഞാനിതാ ഓരോന്നോരോന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഐസിന് ഇത് കണ്ടില്ലേ, കളിപ്പാട്ടൊക്കെ കണ്ടിട്ട് കരയുന്നുണ്ടായി. ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ഇതുപോലെ കണ്ടാൽ, എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കും, കണ്ടാൽ ഇതന്നെ അവസ്ഥ. പിന്നെ ഇതാ നല്ല നല്ല ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സൊക്കെ ഉണ്ട്, ന്യൂ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓരോന്നപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ എന്താ പറയുക, ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇപ്പം. പിന്നെ ചെറിയ കുട്ടികളെ, കരയുന്ന കുട്ടികളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ ചിലവേണ്ടി വരും, അത്രേ ഉള്ളൂ. നല്ല നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്തായാലും പിള്ളേർ എന്തായാലും കണ്ടാലും ഉറപ്പായിട്ടും കാര്യം. അങ്ങനെ ഇതാ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ നല്ല ജീവിതം എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.